കഴിഞ്ഞ വീഡിയോയിൽ വീടിനെക്കുറിച്ചും കാറുകൾ വാങ്ങിക്കുന്നതിനെക്കുറിച്ചും അതിൽ എങ്ങനെ കൺട്രോൾ വേണം, അതിൻ്റെ ലിമിറ്റേഷൻസ് എത്രയൊക്കെ വേണം എന്നുള്ളതേക്കുറിച്ച് നമ്മൾ കണ്ടു. കേരളം ലിറ്ററസിയിൽ, അതായത് പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിലാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പഠിത്തം അത്ര നിർണായക ഘടകമാണ്, അത്രമാത്രം പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട് പഠിത്തത്തിന്. അതോടുകൂടി നമ്മൾ കണ്ണടച്ച് നമ്മൾ കൂടുതൽ കണക്ക് കൂട്ടലുകൾ ഒന്നും ചെയ്യാതെയാണ് പലപ്പോഴും നമ്മൾ പിള്ളേരുടെ എഡ്യൂക്കേഷന് വേണ്ടി പൈസ വാരി എറിയുന്നത്. സ്കൂൾസ് മാത്രമല്ല, കോളേജസും വിദ്യാഭ്യാസം എന്ന വലിയ കച്ചവടത്തിലാണ് നിൽക്കുന്നത്. ആപ്പിൾ ഇന്ത്യയെ തലയിൽ പൊക്കൊണ്ട് നടക്കുന്നത് അത്രയും വലിയ മാർക്കറ്റായിരിക്കുവാണ് ഇന്ത്യ. അവരുടെ സെയിൽസ് 2025 iPhone 16 മോഡൽ മാത്രം 65 ലക്ഷം യൂണിറ്റാണ് അഴിച്ചിരിക്കുന്നത്. ഇത് iPhone 16 മാത്രം. 15ഉം 617ഉം ഒക്കെ എടുക്കുവാണെങ്കിൽ ഇത് ഒരു ബോഡി കമൻസിട്ടുണ്ട്. Mutual fund investments are subject to market risks. Read all scheme-related documents carefully. ഞങ്ങളുടെ എക്സ്പീരിയൻസിന് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള കസ്റ്റമേഴ്സിൽ നിന്നും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പലരും 35-40 വയസ്സും ആയതിനു ശേഷവും കാര്യമായിട്ടുള്ള സേവിങ്സ് ചെയ്യാൻ പറ്റാതെ പോയതും അല്ലെങ്കിൽ സേവിങ്സ് ഒട്ടും ചെയ്യാൻ പറ്റാതെ പോയതിനും ഉള്ള കാരണങ്ങൾ എന്താണെന്ന് പറഞ്ഞത് വെച്ചിട്ട് ഞങ്ങൾ ഈ വീഡിയോ സീരീസ് ചെയ്യാൻ തുടങ്ങി. ഈ വീഡിയോ സീരീസ് വഴി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഇവരിൽ ഭൂരിഭാഗം ആൾക്കാർ ഏതൊക്കെ കാര്യങ്ങളിലാണ് അമിതമായ എക്സ്പെൻസസ് കാരണം സേവിങ്സ് വേണ്ടുവോളം ചെയ്യാതെ പോയത്, അങ്ങനെ നിങ്ങൾ ചെയ്താൽ എന്തുകൊണ്ട് സേവിങ്സ് നടക്കത്തില്ല, ആ എക്സ്പെൻസസിനെ എന്തുകൊണ്ട് പരമാവധി കുറയ്ക്കണം, അതിൻ്റെ പരിധി എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ വീടിനെക്കുറിച്ചും കാറുകൾ വാങ്ങിക്കുന്നതിനെക്കുറിച്ചും അതിൽ എങ്ങനെ കൺട്രോൾ വേണം, അതിൻ്റെ ലിമിറ്റേഷൻസ് എത്രയൊക്കെ വേണം എന്നുള്ളതേക്കുറിച്ച് നമ്മൾ കണ്ടു. ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. കേരളം ലിറ്ററസിയിൽ, അതായത് പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിലാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പഠിത്തം അത്ര നിർണായക ഘടകമാണ്, അത്രമാത്രം പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട് പഠിത്തത്തിന്. അതോടുകൂടി നമ്മൾ കണ്ണടച്ച് നമ്മൾ കൂടുതൽ കണക്ക് കൂട്ടലുകൾ ഒന്നും ചെയ്യാതെയാണ് പലപ്പോഴും നമ്മൾ പിള്ളേരുടെ എഡ്യൂക്കേഷന് വേണ്ടി പൈസ വാരി എറിയുന്നത്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഓരോ എഡ്യൂക്കേഷനും അർഹിക്കുന്ന ഒരു ചിലവുണ്ട്. അതിൽ കൂടുതൽ ചെയ്യാൻ പോകുമ്പോൾ ആ എക്സസീവായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു എക്സ്പെൻഡിച്ചറിന് വലിയ പ്രൊഡക്ടിവിറ്റി ഒന്നും ഉണ്ടാകത്തില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയാം, സ്കൂൾസ് മാത്രമല്ല കോളേജസും വിദ്യാഭ്യാസം എന്ന വലിയ കച്ചവടത്തിലാണ് നിൽക്കുന്നത്. ഈ കച്ചവടക്കാർ നമ്മുടെ വീക്ക്നെസ് അറിയുന്നുണ്ട്. അതായത് വിദ്യാഭ്യാസത്തിന് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് അവർ നമ്മളെ കൊണ്ട് അടിച്ചേൽപ്പിക്കുന്നതാണ് വലിയ ഫീസും. ആ ഫീസിന് നമ്മൾ കണ്ണടച്ച് വീണു പോകുന്നതും. സ്കൂൾ ഫീസിൻ്റെ കാര്യത്തിലും കോളേജ് ഫീസിൻ്റെ കാര്യത്തിലും എന്തൊക്കെ പരിധികളാണ് നമ്മൾ വെക്കേണ്ട ചിലവിൻ്റെ കാര്യത്തിൽ, അതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഒരു വർഷം വിദ്യാഭ്യാസത്തിന് വേണ്ടി, അതായത് സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിങ്ങളുടെ പിള്ളേർക്ക് ചിലവ് ചെയ്യുന്നത്, ഒരു കുട്ടിക്ക് ചിലവ് ചെയ്യുന്നത് 10% കൂടുതൽ ആകാൻ പാടില്ല. അതായത് നിങ്ങളുടെ വർഷത്തെ വരുമാനം 15 ലക്ഷമാണെങ്കിൽ 1.5 ലക്ഷത്തിൽ കൂടുതൽ വിദ്യാഭ്യാസത്തിൻ്റെ മൊത്തം കാര്യങ്ങൾ, സ്കൂളായാലും ട്യൂഷൻ ആയാലും മൊത്തം കൂട്ടി ചേർത്ത് കഴിഞ്ഞാൽ 1.5 ലക്ഷത്തിൽ കൂടുതൽ ആവാൻ പാടില്ല. ഒരുപക്ഷെ നിങ്ങളുടെ വർഷത്തെ ഇൻകം 20 ലക്ഷമോ അതിന് മുകളിലോ ഉണ്ടെങ്കിൽ എക്സസീവായിട്ട്, അതായത് കുറച്ച് കൂടുതൽ ചെലവ് ചെയ്യാം. അതും ആവുന്നതും ഒരു വർഷത്തിൽ 2 ലക്ഷത്തിൽ കൂടുതൽ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ മുകളിൽ നിങ്ങൾ ചെലവ് ചെയ്യുന്ന കാര്യത്തിന് വലിയ പ്രൊഡക്ടിവിറ്റിയോ നേട്ടമോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ പരിധിയിൽ കവിഞ്ഞ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോയത് സ്കൂൾ എഡ്യൂക്കേഷനിലോട്ട്. പിന്നെ നമ്മൾ നോക്കേണ്ടത് അണ്ടർ ഗ്രാജുവേഷൻ, UG. ഒരു അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സിന് നിങ്ങളുടെ കുട്ടി പോകുമ്പോൾ ആ അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സിൻ്റെ മൊത്തം ഫീസ് നിങ്ങളുടെ ഒരു വർഷത്തെ വരുമാനത്തിൽ കൂടുതൽ ആവാൻ പാടില്ല. അതായത് നിങ്ങളുടെ ഒരു വർഷത്തെ ഇൻകം 10 ലക്ഷമാണെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ കോഴ്സ് ഫീസ് 10 ലക്ഷത്തിൽ കൂടുതൽ പോകാൻ പാടില്ല. 15-20% അതിൻ്റെ എക്സസീവായിട്ട് പോകാം. ആ പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അത്രമാത്രം ക്വാളിറ്റി ഉണ്ടെങ്കിലോ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നത് കാരണം നിങ്ങളുടെ കുട്ടിയുടെ കരിയറിൽ വലിയൊരു മെച്ചം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെങ്കിലോ 15-20% എക്സസീവായിട്ട് ചെയ്യാം. പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ കാര്യത്തിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നത് കാരണം നിങ്ങളുടെ കുട്ടിയുടെ കരിയറിൽ ഒരു വലിയ മികവ് ഉണ്ടാവാൻ പോകുവാണെങ്കിൽ നിങ്ങളുടെ ആനുവൽ സാലറിയുടെ 150% വരെ ആ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ഫീസായിട്ട് നിങ്ങൾ അടയ്ക്കാം. വേറെ ഒരു കാര്യം ഇതിൽ പാലിക്കുന്നത് നല്ലതാണ്. അതെന്താണെന്ന് വെച്ചാൽ, പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ മൊത്തം കോഴ്സ് ഫീസ് 30 ലക്ഷം രൂപയാണെങ്കിൽ അതിൻ്റെ 15 ലക്ഷം രൂപ മാത്രം നിങ്ങൾ അടച്ചിട്ട് ബാക്കി 15 ലക്ഷം എഡ്യൂക്കേഷണൽ ലോണായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ആ എഡ്യൂക്കേഷണൽ ലോണ് നിങ്ങളുടെ കുട്ടി പഠിത്തം കഴിഞ്ഞിട്ട് ജോലി കയറുമ്പോൾ EMI അടയ്ക്കും. ഇത് കാരണം നിങ്ങളുടെ കുട്ടിയുടെ തലയ്ക്ക് നിങ്ങൾ ഒരു ഭാരം കയറ്റി വെക്കുന്നതായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ശരിക്കും നിങ്ങൾ ചെയ്യുന്നത് എന്താണ്, ഈ 15 ലക്ഷത്തെ എഡ്യൂക്കേഷൻ ലോൺ, അതായത് 50% എഡ്യൂക്കേഷൻ ലോണായിട്ട് എടുക്കുന്നത് കൊണ്ട് നിങ്ങളുടെ കുട്ടിക്ക്
ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് പഠിത്തം കഴിഞ്ഞ് ജോലിയിൽ കയറിയതിന് ശേഷം കിട്ടുന്ന ശമ്പളം ദൂരത്തടിക്കാതെ നല്ല ഡിസിപ്ലിനോട് അറ്റ്ലീസ്റ്റ് തുടക്കത്തിൽ ഓരോ മാസവും ഇതിനുള്ള EMI അടച്ചു തുടങ്ങി വരുമ്പോൾ ആ പൈസയുടെ വാല്യൂ മനസ്സിലാക്കാൻ തുടങ്ങും. നിങ്ങൾ ഈ 15 ലക്ഷം മാത്രം അടച്ചിട്ട് 15 ലക്ഷം രൂപ അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ആക്കുമ്പോൾ അത് കാരണം നിങ്ങൾക്ക് സേവിങ്സ് ഉണ്ടാകുന്നു. ആ സേവിങ്സ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. ആ സേവിങ്സും ഇവരുടെ ഭാവിക്ക് വേണ്ടിയാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ ഇത് ചെയ്യുന്നത് കൊണ്ട് ഈ 50% ഓഫ് ദി ഫീസ് അവരെ കൊണ്ട് അടപ്പിക്കുന്നത് കൊണ്ട് അവർക്ക് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആദ്യം തൊട്ടേ ഉണ്ടാവും. അവർ ഒരു പരിധി കൂടുതൽ ലോൺ എടുക്കത്തില്ല. പെട്ടെന്ന് എത്രയും നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇതൊക്കെ ഇത് കാരണം നടക്കുന്ന ഗുണങ്ങളാണ്. പിന്നെ നമ്മുടെ ഫാഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മളും കൊണ്ട് നടക്കുന്ന മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിൽ ഇന്ത്യൻസ് അല്ലാതെ അയക്കുമോ? കാരണം ഭാരതീയരുടെ ശരിക്കുമുള്ള ഒരു ടാഗ്ലൈൻ കൺസർവേറ്റീവ് എന്നായിരുന്നു. നമ്മൾ ട്രഡീഷണലാണ്, ഒരു പരിധി കൂടുതൽ ആഡംബരം കാണിക്കില്ല, ആഡംബരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പരിധി കൂടുതൽ ചെലവ് ചെയ്യത്തില്ല. ഇതൊക്കെയാണ് ഭാരതീയരെക്കുറിച്ച് നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത്. അതൊക്കെ മാറി തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ്, അതിൻ്റെ ഒരു റിയൽ കേസാണ് ഇന്ത്യയിൽ വിൽക്കുന്ന ഐഫോൺസിൻ്റെ നമ്പേഴ്സ്. ആപ്പിൾ ഇന്ത്യയെ തലയിൽ പൊക്കിക്കൊണ്ട് നടക്കുന്നത് അത്രയും വലിയ മാർക്കറ്റ് ആയിരിക്കുവാണ് ഇന്ത്യ. അവരുടെ സെയിൽസ് 2025 iPhone 16 മോഡൽ മാത്രം 65 ലക്ഷം യൂണിറ്റാണ് അടിച്ചിരിക്കുന്നത്. ഇത് iPhone 16 മാത്രം. 15ഉം 670 ഒക്കെ എടുക്കുവാണെങ്കിൽ ഇത് ഒരു ബോഡി കമൻസിട്ടുണ്ട്. ഇത്രയും കാശ് നമ്മൾ വാരി എറിയാൻ തയ്യാറാണ് ഒരു സ്മാർട്ട് ഫോണിൽ. 3 വർഷം മാത്രം ഉപയോഗിക്കാൻ പോകുന്ന ഒരു സ്മാർട്ട് ഫോണിന് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അടുത്ത മാസം കൊണ്ട് വിൽക്കാൻ പോയാലും 50% കിട്ടത്തുള്ളൂ. വാങ്ങിച്ചതിന് 50% കാശ് തിരിച്ചു കിട്ടത്തു. അങ്ങനെ ഒരു അസറ്റിൽ ലക്ഷങ്ങളാണ് കൊണ്ട് വാരിയിരുന്നത്. ഇതുകൂടാതെ നമ്മുടെ ഡേറ്റ കൺസംഷൻ ഓൾറെഡി ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. 2017 ഫിനാൻഷ്യൽ ഇയർ തൊട്ട് 2025 ഫിനാൻഷ്യൽ ഇയർ വരെ ഉള്ള ഗ്രോത്ത് നോക്കിയാൽ ആൾമോസ്റ്റ് 15% നമ്മൾ ഡേറ്റയ്ക്ക് വേണ്ടി എക്സ്ട്രാ ചിലവഴിക്കുന്നു. അത് അർബൻ സിറ്റീസിൽ. റൂറൽ ഏരിയാസിൽ 5% വർദ്ധിച്ചിട്ടുണ്ട് ഡേറ്റയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ അടയ്ക്കുന്ന കാശ്. ഇതിനിടയ്ക്ക് വേറെ ഒരു കാര്യം പറയണമല്ലോ, നമ്മൾ കണ്ണടച്ച് ചിലവ് ചെയ്യുന്ന സ്മാർട്ട് ഫോണിന് വേണ്ടി. ഇവിടെ ഒരു അപ്പർ ക്യാപ്പ് വയ്ക്കുക. അതായത് നിങ്ങളുടെ ഇൻകം എത്രയാണോ, നിങ്ങളുടെ ഇൻകം 15 ലക്ഷം രൂപ വരെയാണ് ആനുവലി എങ്കിൽ നിങ്ങളുടെ ഒരു മാസത്തെ സാലറി കൂടുതൽ, വീണ്ടും പറയുന്നു, നിങ്ങളുടെ ഒരു മാസത്തെ സാലറി കൂടുതൽ ഒരു സ്മാർട്ട് ഫോണിന് സ്പെൻഡ് ചെയ്യരുത്. അതായത് നിങ്ങളുടെ ഒരു മാസത്തെ സാലറി 50,000 ആണെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ വില 50,000 കൂടുതൽ ആവാൻ പാടില്ല. എന്ന് ചോദിച്ചാൽ എൻ്റെ സാലറി 4 ലക്ഷമാണെങ്കിലോ 4 ലക്ഷം സ്പെൻഡ് ചെയ്യാവോ? പാടില്ല. നിങ്ങളുടെ സാലറി 20 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ ആനുവലി ഒരു അപ്പർ ക്യാപ്പ് വേണം അമൗണ്ടിൽ. കൂടിപ്പോയാൽ 2 ലക്ഷം രൂപ. അതിൻ്റെ ആവശ്യമില്ല. 1.5 തൊട്ട് 2 ലക്ഷം രൂപയിൽ കൂടുതൽ നിങ്ങൾ 40 ലക്ഷം രൂപ ആനുവൽ ഇൻകം ഉണ്ടെങ്കിൽ പോലും ഈ ഡിപ്രിഷിയേറ്റിംഗ് അസറ്റിന് ജസ്റ്റ് 3 ഇയർ ലൈഫ് ഉള്ള ഒരു അസറ്റിന് സ്പെൻഡ് ചെയ്യാൻ പാടില്ല. പിന്നെ നമുക്ക് വന്നേക്കുന്ന ഒരു പുതിയ ശീലം, പണ്ട് ഉണ്ടായിരുന്ന ശീലമാണ്, പക്ഷേ ആ ശീലത്തിന് ഇപ്പോൾ ചിറകുകൾ വിടർന്നിരിക്കുവാണ്. അതായത് ഈ ഹോളിഡേയ്സൊക്കെ നമ്മൾ പണ്ട് വല്ലപ്പോഴൊക്കെ പോയിരുന്നതാണ്. ഈ കോവിഡിന് 1.5 വർഷം നമ്മൾ വീട്ടിൻ്റെ അകത്ത് കൂട്ടിയിരുന്നതിന് ശേഷം, കോവിഡിൻ്റെ ഇമ്പാക്റ്റ് കുറഞ്ഞതിന് ശേഷം, ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കൊക്കെ ചിറകുകൾ മുളച്ചിരിക്കുവാണ്. അതായത് ഇപ്പോൾ ആർക്കും വീട്ടിൻ്റെ അകത്തിരിക്കാൻ വയ്യ. എപ്പോഴും ആവുന്നതും ഒരു 4-5 മാസത്തിന് ഒരിക്കൽ പുറത്ത് പോകണം, വർഷത്തിനൊരിക്കൽ അബ്രോഡ് ട്രാവലിന് പോകണം. ഇങ്ങനെയൊക്കെ മോഹങ്ങൾ കൂടിയിരിക്കുവാണ്. ആൻഡ് കൂടുതലും ആൾക്കാർ ഹോളിഡേ ഉൾപ്പെടെ സ്മാർട്ട് ഫോൺ, ഹോളിഡേയ്സ്, വീട്ടിൽ വാങ്ങിക്കുന്ന കൺസ്യൂമർ ഡ്യൂറബിൾസ്, TV, ഫ്രിഡ്ജ്, ഇതെല്ലാം EMI വഴിയാണ് തിരിച്ചടയ്ക്കുന്നത്. EMI എന്ന് പറയുമ്പോൾ നമ്മൾ ലോൺ വാങ്ങിച്ചതിൻ്റെ പലിശയും കൂടെ ചേർത്ത് അടയ്ക്കണമല്ലോ. പൊതുവെ ആവുന്നതും ഈ വക കാര്യങ്ങൾക്ക്, സ്മാർട്ട് ഫോൺ ആയാലും കൺസ്യൂമർ ഡ്യൂറബിൾസ് ആയാലും ഹോളിഡേയ്സ് ആയാലും, നിങ്ങൾ പ്രോപ്പർ പ്ലാൻ ഉണ്ടാവണം. അതായത് ഇന്ന ഡേറ്റിലാണ് ഇത് വാങ്ങിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന ഡേറ്റിലാണ് ഈ ഹോളിഡേക്ക് പോകുന്നത്. അപ്പോൾ അതിന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ട് അതിന് വേണ്ടി ഒരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്തിട്ട് ലോൺ അവോയ്ഡ് ചെയ്യുന്ന, EMI കൂടി അല്ലാതെ കയ്യിലുള്ള കാശ് കൊണ്ട് വേണം ഇങ്ങനത്തെ എക്സ്പെൻസസിന് ചിലവ് ചെയ്യുക. ഹോളിഡേയ്സിന് പോകുമ്പോൾ എത്രമാത്രം ചിലവ് ചെയ്യാം, അതിനും ഉണ്ട്. നിങ്ങളുടെ ആനുവൽ ഇൻകം 15 ലക്ഷം രൂപ വരെയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഡൊമസ്റ്റിക് ട്രാവൽ, അതായത് ഇന്ത്യക്കകം ചെയ്യുന്ന ട്രാവലിന് നിങ്ങളുടെ മന്ത്ലി സാലറിയുടെ 50% കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പാടില്ല. അതിൽ കൂടുതലാണ് നിങ്ങളുടെ ഇൻകം എങ്കിൽ നിങ്ങളുടെ 1 മന്ത് സാലറി, അതായത് നിങ്ങളുടെ ആനുവൽ സാലറി 24 ലക്ഷം, അതായത് 2 ലക്ഷത്തിൽ കൂടുതൽ മന്ത്ലി സാലറി ഉണ്ടെങ്കിൽ മേ ബി നിങ്ങൾ ഒരു 75% വരെ, നിങ്ങളുടെ മന്ത്ലി സാലറിയുടെ 75% വരെ ഡൊമസ്റ്റിക് എക്സ്പെൻസ് ഹോളിഡേയ്സിന് സ്പെൻഡ് ചെയ്യാം. ഫോറിൻ ഹോളിഡേയ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആനുവൽ സാലറി 15 ലക്ഷം രൂപ വരെയേ ഉള്ളുവെങ്കിൽ എല്ലാ കൊല്ലവും ഫോറിൻ ഹോളിഡേയ്സിന് പോകുന്നത് അവോയ്ഡ് ചെയ്യണം. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും കാശ് മിച്ചം പിടിച്ച് ഇൻവെസ്റ്റ് ചെയ്യാനോ സേവ് ചെയ്യാനോ പറ്റുകയില്ല.
15 ലക്ഷം രൂപ എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ 1 ലക്ഷം രൂപ എങ്കിലും മന്ത്ലി സാലറി ഉണ്ടെങ്കിൽ 2 കൊല്ലത്തിൽ ഒരിക്കൽ ഒരു ഫോറിൻ ഹോളിഡേക്ക് പോവാം. അങ്ങനെ പോകുമ്പോൾ പോലും ആവുന്നതും നിങ്ങൾ നിങ്ങളുടെ മന്ത്ലി സാലറിയുടെ 100% അല്ലെങ്കിൽ 150% കൂടുതൽ ഈ ഹോളിഡേക്ക് സ്പെൻഡ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ മന്ത്ലി സാലറി 2 ലക്ഷം രൂപയിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ കൊല്ലവും വേണമെങ്കിലും നിങ്ങൾക്ക് ഫോറിൻ ഹോളിഡേയ്സിൽ പോവാം. അങ്ങനെ പോകുമ്പോൾ ഒരു വർഷം നിങ്ങൾ പോകുന്നത് അതിൻ്റെ എക്സ്പെൻഡിച്ചർ ഫോറിൻ ഹോളിഡേയുടെ എക്സ്പെൻഡിച്ചർ 125% കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ 2 കൊല്ലത്തിലും ഒരിക്കൽ മാത്രമേ ഈ ഹോളിഡേ ട്രൈ ചെയ്യാവൂ. അങ്ങനെ വരുവാണെങ്കിൽ 2 മാസത്തെ സാലറി നിങ്ങൾ ഈ ഫോറിൻ ഹോളിഡേക്ക് സ്പെൻഡ് ചെയ്യുക. നിങ്ങൾ ഇതൊക്കെ പറഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിൽ വരാം. എന്തുകൊണ്ട് ഇതുവരെ ആയിക്കൂടാ? എന്തുകൊണ്ട് ഇത്ര മാത്രം? എന്തുകൊണ്ട് ഒരു എഡ്യൂക്കേഷന് പഠിത്തത്തിന് വേണ്ടിയല്ലേ ഇത്ര മാത്രമേ സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ? ഇത്രയും എക്സസ് ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഇത്രമാത്രം ഗുണം ഉണ്ടാകത്തില്ലേ? ഫിനാൻഷ്യലി ഇങ്ങനെ വേണോ അത് ചെയ്യാൻ? എനിക്ക് ഇത്ര സാലറി ഉണ്ട്, ഇതൊക്കെയാണ് എൻ്റെ എക്സ്പെൻസസ്. ശരിക്കും എൻ്റെ എക്സ്പെൻസസിനും എൻ്റെ ഇൻകമിനും എങ്ങനെ ഒരു പ്രോപ്പർ ബഡ്ജറ്റിംഗ് ചെയ്യാൻ പറ്റും? ഇതിന് നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം. നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗോൾ പ്ലാനിങ് നിങ്ങളുടെ ഓരോ ചെലവുകൾക്കും, അതായത് ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം, ഇൻക്ലൂഡിങ് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് കോർപ്പസ് വരെ കംപ്ലീറ്റ്ലി പ്ലാൻ ചെയ്യാനുള്ള ഒരു ഗോൾ പ്ലാനിങ് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഞങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഡിസിപ്ലിനുള്ളിൽ നിങ്ങളെ ചിട്ടപ്പെടുത്തി കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾക്ക് സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആവശ്യത്തിന് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ ഓരോ ഫിനാൻഷ്യൽ ഗോൾസിനും വേണ്ടുവോളം ഉള്ള കോർപ്പസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങളെ താഴെ കൊടുത്തേക്കുന്ന നമ്പേഴ്സിൽ ബന്ധപ്പെടുക. ഞങ്ങൾ നിങ്ങൾക്കുള്ള കംപ്ലീറ്റ് ഗോൾ പ്ലാനിങ്ങും അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ എങ്ങനെ പ്ലാൻ ചെയ്യുന്നതിനെക്കുറിച്ചും കംപ്ലീറ്റ് ഗൈഡൻസ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. Mutual fund investments are subject to market risks. Read all scheme related documents carefully.